തെലങ്കാനയിലെ ലെക്സിറ്റിപ്പെട്ടിൽ മദർ തെരേസ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനു നേരെ ഹിന്ദുത്വ സംഘടനകളുടെ ആക്രമണം നടന്നത് സ്കൂൾ യൂണിഫോമിന് പകരം ഏതാനും കുട്ടികൾ മതപരമായ വസ്ത്രങ്ങൾ ധരിച്ചു വന്നതിനെ ചോദ്യം ചെയ്തെന്ന കാരണത്താലാണ്. എന്നാൽ കുട്ടികളുടെ യൂണിഫോമിന് മുകളിലൂടെ മതപരമായ വസ്ത്രങ്ങൾ അണിയാമെന്നും മറിച്ച് മുഴുവനായി സ്കൂൾ യൂണിഫോം ഒഴിവാക്കണമെങ്കിൽ മാതാപിതാക്കൾ തങ്ങളെ അറിയിക്കണമെന്നുമാണ് പറഞ്ഞതെന്ന് പ്രിൻസിപ്പൽ ജൈമോൻ ജോസഫ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ഹൈദരാബാദിൽ നിന്ന് 250 കിലോമീറ്റർ അകലെയുള്ള കണ്ണേപ്പള്ളി ഗ്രാമത്തിലെ ബ്ലെസ്ഡ് മദർ തെരേസ ഹൈസ്കൂളിലെ ചില വിദ്യാർത്ഥികൾ കാവി വസ്ത്രം ധരിച്ച് സ്കൂളിലേക്ക് വരുന്നത് പ്രിൻസിപ്പൽ ജൈമോൻ ജോസഫിന്റെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹം വിദ്യാർത്ഥികളോട് ഇതേപ്പറ്റി ചോദിക്കുകയും ചെയ്തിരുന്നു. 21 ദിവസത്തെ ആചാരമായ ഹനുമാൻ ദീക്ഷ ആചരിക്കുകയാണെന്ന് കുട്ടികൾ മറുപടി നൽകി. തൊട്ടടുത്ത ദിവസമാണ് ഹിന്ദുത്വവാദികൾ സംഘം ചേർന്ന് സ്കൂളിലെത്തി ആക്രമണം നടത്തിയത്. രാവിലെ ക്ലാസ് തുടങ്ങുന്ന സമയം ജയ് ശ്രീറാം വിളിച്ച് സ്കൂളിലേക്ക് അതിക്രമിച്ചു കയറി. ഹിന്ദു വസ്ത്രം ധരിക്കാൻ പ്രിൻസിപ്പൽ അനുവദിക്കുന്നില്ലെന്ന് ആരോ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഷെയർ ചെയ്തതോടെ വിഷയം കൂടുതൽ രൂക്ഷമായി. തൊട്ടു പിന്നാലെ ഒരു സംഘം സ്കൂളിന് നേരെ ആക്രമണം നടത്തുകയായിരുന്നു. കാവിയുടുത്ത പുരുഷന്മാർ ജയ് ശ്രീറാം മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നതും ജനൽ ചില്ലുകൾ തകർക്കുന്നതും കൂപ്പുകൈകളോടെ പരിഭ്രാന്തരായ അധ്യാപകർ അവരെ ശാന്തരാക്കാൻ ശ്രമിക്കുന്നതും വീഡിയോയിൽ കാണാം. അതേസമയം ചിലർ പ്രിൻസിപ്പൽ ജോസഫിനെ വളഞ്ഞിട്ട് മർദ്ദിക്കുകയും നെറ്റിയിൽ ബലമായി തിലകം ചാർത്തുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ. കൂടാതെ സ്കൂളിലെ മദർ തെരേസയുടെ രൂപത്തിന് നേരെ കല്ലെറിയുകയും രൂപം അടിച്ചു തകർക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. CCTV ദൃശ്യങ്ങൾ അടക്കമുള്ളവ പരിശോധിച്ച് കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു.